നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിൽ ആനയിടഞ്ഞ് വൻ നാശനഷ്ടം. വാടാനപ്പള്ളിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃശൂരിൽ ആനയിടഞ്ഞ സംഭവം ജില്ലാ ഭരണകൂടം അടിയന്തര നടപടികൾ സ്വീകരിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ പുതുമ അംഗനവാടി കെട്ടിടത്തിന് ശിലയിട്ടു. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ ആനയിടഞ്ഞ് വൻ നാശനഷ്ടം. ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ഭയന്ന് ഓടിയ ആന ചെമ്പൂക്കാവ് ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. കൊല്ലത്ത് നിന്ന് ഫോട്ടോഷൂട്ടിനായി 2 ദിവസം മുമ്പ് തൃശൂരിൽ എത്തിച്ചതാണ് ആനയെ. പാറമേക്കാവ് ക്ഷേത്രത്തിൽ തൊഴാനായി എത്തിച്ചതിന് ശേഷം പാലസ് റോഡിലൂടെ പോകുമ്പോഴാണ് സംഭവം. പെട്ടെന്ന് ഒരു നായയെ കണ്ട് ഭയന്നതാണ് ആന ഇടഞ്ഞോടിയതെന്നാണ് പാപ്പാന്മാർ നൽകുന്ന വിശദീകരണം. ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ഓടിത്തുടങ്ങിയ ആന വഴിയിലുണ്ടായിരുന്ന 4ഓളം കാറുകളും ഒരു ഓട്ടോറിക്ഷയും നിരവധി ബൈക്കുകളും തകർത്തു. ചെമ്പൂക്കാവ് ഭാഗത്തേക്ക് ഓടിയ ആന നിരവധി വീടുകളുടെ ഗേറ്റുകൾക്കും മതിലുകൾക്കും വലിയ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. പെരിങ്ങാവ് ഗാന്ധിനഗറിലെ ജനവാസ മേഖലയിലെത്തിയ ആനയെ എലിഫന്റ് സ്ക്വാഡ് എത്തി തളച്ചു. വാടാനപ്പള്ളിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ചെമ്പൻ ഹൗസിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. ഈ കഴിഞ്ഞ 13-നാണ് അനൂപ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അതേ ദിശയിൽ വന്ന കാർ ഇടിച്ച് പരിക്കേറ്റത്. ഇയാളെ ചേറ്റുവ ലെവൽ ഓഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിലും പിന്നീട് തൃശൂർ അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. തൃശൂരിൽ ആനയിടഞ്ഞ സംഭവം ജില്ലാ ഭരണകൂടം അടിയന്തര നടപടികൾ സ്വീകരിച്ചു. തൃശൂരിൽ ആന ഓടിയതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. തൃശൂർ DFOയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഓടുന്നുണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് ഡാർട്ടിംഗ് പ്രായോഗികമായ സാഹചര്യം സാധ്യമല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി ശിവദത്തിൻ്റെതാണ് ആന. ആനയെ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംഭവിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം കിട്ടുമെന്ന് ഉറപ്പുവരുത്തും. നിയമലംഘനങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെയും സോഷ്യൽ ഫോറസ്ട്രി ACFന്റെയും റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കും. സംഭവത്തെ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടർ അടിയന്തര യോഗം ചേർന്ന് റിപ്പോർട്ടുകൾ വേഗത്തിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ പുതുമ അംഗനവാടി കെട്ടിടത്തിന് ശിലയിട്ടു. മലയാറ്റിൽ ജ്യോതി ബാസ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 24 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസ മോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചിവീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീന ബാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ദമയന്തി ദാസൻ, PC മനോജ്, സന്ധ്യ രവീന്ദ്രൻ, സീന ഇസ്മയിൽ, ലുബ്ന ജിനു, രശ്മി സതീഷ്, KK പവിത്രൻ, ICDS സൂപ്പർവൈസർ KR വൈദേഹി, CDPO KK ലളിത, അംഗനവാടി വർക്കർ തസ്നി, ഹെൽപ്പർ കനകലത, ആശാ വർക്കർ സൗമിനി, CDS അംഗം നാജിയ, മുൻ പഞ്ചായത്ത് അംഗം PH അബ്ദുൾ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് 52-ാം വാർഷിക ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. സംഘടന ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സത്യൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഖമറുൽ ഹക്ക് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റുമാരായ MS സിദ്ദിഖ്, MS സദൻ, ജില്ലാ ജനറൽ സെക്രട്ടറി
NR വിനോദ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ, ജില്ലാ യൂത്ത് വിംഗ് സെക്രട്ടറി നെയ്സൺ മാത്യു, ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ഷൈന ജോർജ്, മണ്ഡലം യൂത്ത് വിംഗ് സെക്രട്ടറി പി പ്രിയൻ, യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, യൂണിറ്റ് സെക്രട്ടറി അൻവർ, യൂത്ത് വിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ്, ട്രഷറർ അബ്ദുൾ റഹീം എന്നിവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മർവ, സന, BSc ബോട്ടണിയിൽ ഉന്നത വിജയം നേടിയ നസ്ന എന്നിവരെ വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി ഷിബാദിനെ തെരഞ്ഞെടുത്തു. നമ്മളൊക്കെ വ്യാപാരം ചെയ്യുന്ന ആളുകളാണ്. വ്യാപാര അന്തരീക്ഷത്തിൽ പലപ്പോഴും പല പ്രയാസങ്ങളും നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പല കാര്യങ്ങളും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്തതായിട്ട് ഒരുപടി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടാനാണ് സംഘടന. അപ്പൊ ആ സംഘടനയിൽ കുറേയേറെ പ്രത്യേകതകളുണ്ട് നമ്മുടെ സംഘടനയ്ക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുമല്ല എന്ന് മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു. എല്ലാ നേതാക്കളോടും CM ജോർജ് ഏട്ടൻ മുതൽ T നസ്രുദ്ദീൻ വരെയുള്ള മഹാന്മാരായ നേതാക്കൾ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ഒരിക്കലും ഭരണാധികാരി എന്നുള്ള ഒരു തോന്നൽ പോലും ഒരു നേതാവിനും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച തായമ്പക കലാകാരൻ G നിരഞ്ജനെ അന്തിക്കാട് വടക്കേക്കര ക്ഷേത്ര വാദ്യകലാ സമിതി അനുമോദിച്ചു. സമിതി വൈസ് പ്രസിഡന്റ് പഴങ്ങാപ്പറമ്പ് കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ പൊന്നാടയും ഉപഹാരവും സമർപ്പിച്ചു. സമിതി ഭാരവാഹികളായ അന്തിക്കാട് കൃഷ്ണപ്രസാദ് നമ്പീശൻ, അന്തിക്കാട് ദേവദത്തൻ, M ഹരികൃഷ്ണൻ, ഗിരീഷ് കൊലയാപ്പറമ്പത്ത്, ബിന്ദു ഗിരീഷ്, ഇന്ദുലേഖ എന്നിവർ സംബന്ധിച്ചു. G നിരഞ്ജൻ മറുപടി പ്രസംഗം നടത്തി. മണ്ണമ്പേട്ട കരുവാപ്പടിയിലെ അക്ഷയ കേന്ദ്രത്തിൽ ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിച്ചു. വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിക്ക് പിന്നാലെ ഓഫീസിനുള്ളിൽ കനത്ത പുക ഉയർന്നതോടെ ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയവരും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അക്ഷയ കേന്ദ്രത്തിലെ ഇൻവെർട്ടർ, വയറിംഗ്, വൈദ്യുതി ഉപകരണങ്ങൾ എന്നിവ കത്തി നശിച്ചു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയെത്തി പുക നിയന്ത്രിക്കുകയും പൊട്ടിത്തെറിച്ച ബാറ്ററി സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. കല്ലൂർ മാവിൻ ചുവടിൽ ഒട്ടുകമ്പനിയിൽ ടിപ്പർ ലോറി മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. കല്ലൂർ പള്ളം വെണ്ടുരുത്താൻ വീട്ടിൽ 53 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് 40 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ ടിപ്പർ ലോറിയുടെ അടിയിൽപ്പെട്ട സന്തോഷിനെ കണ്ടത്. ഉടൻ തന്നെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കമ്പനിയിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കമ്പനിയിലെ തൊഴിലാളിയായ സന്തോഷ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തേണ്ട സമയമായിട്ടും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് വ്യക്തമല്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ചാവക്കാട് എടക്കഴിയൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിനു സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് ഷാനവാസിന്റെ ഭാര്യ 40 വയസ്സുള്ള മുന്താസാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഷാൽബിൻ പരിക്കുകളോടെ ചികിത്സയിലാണ്. പ്ലാങ്ങാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയി പാലപ്പെട്ടിയിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ചേലക്കര അന്തിമഹാകാളൻ ക്ഷേത്രത്തിനു സമീപം നിയന്ത്രണം വിട്ട ടാക്സി വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. ഇരിട്ടിക്കൽ വീട്ടിൽ ബീവാത്തുമ്മയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. 79 വയസ്സായിരുന്നു. റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് ബീവാത്തുമ്മയ്ക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റത്. അപകടം നടന്നയുടനെ നാട്ടുകാർ അവരെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ടിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. ഏട്ടാമട്ടിൽ മണ്ണൂരിൽ അസീസിന്റെ മകൻ 24 വയസ്സുള്ള അജ്മലാണ് മരിച്ചത്. നിർമ്മാണത്തിലുള്ള പുതിയ വീടിന്റെ വയറിംഗ്, പ്ലംബിംഗ് പണി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇലക്ട്രിക് ജോലിക്ക് എത്തിയതായിരുന്നു അജ്മൽ. ജോലിക്കിടയിൽ ഇരുമ്പ് കോണിയിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിൽ ആനയിടഞ്ഞ് വൻ നാശനഷ്ടം. വാടാനപ്പള്ളിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു.
തൃശൂരിൽ ആനയിടഞ്ഞ സംഭവം ജില്ലാ ഭരണകൂടം അടിയന്തര നടപടികൾ സ്വീകരിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ പുതുമ അംഗനവാടി കെട്ടിടത്തിന് ശിലയിട്ടു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.